ഹലോ ഡിയർ സ്റ്റുഡൻസ്, വെൽക്കം ടു ശാസ്ത്ര ടെക്നിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട്. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത് പൈപ്പ് ലൈൻ പ്രോസസ്സേഴ്സ് എന്നുള്ളൊരു ടോപ്പിക്കാണ്. അതായത് നമ്മുടെ കമ്പ്യൂട്ടർ ഓർഗനൈസേഷൻ ആൻഡ് ആർക്കിടെക്ചറിൽ വരുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കായിരുന്നു പൈപ്പ് ലൈനിങ്. ഈ പൈപ്പ് ലൈനിങ്ങിൽ ഏതൊക്കെ ടൈപ്പ് പ്രോസസ്സേഴ്സ് യൂസ് ചെയ്യുന്നു, ഇതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് പൈപ്പ് ലൈൻ പ്രോസസ്സേഴ്സ് എന്ന് പറയുമ്പോൾ പൈപ്പ് ലൈനിങ് ഈസ് എ ടെക്നിക് യൂസ്ഡ് ഇൻ കമ്പ്യൂട്ടർ ആർക്കിടെക്ചർ to improve performance by allowing multiple operation to execute simultaneously in different processing stages. നമുക്കറിയാം മൾട്ടിപ്പിൾ ഇൻസ്ട്രക്ഷൻസ് സൈമൾട്ടേനിയസ് ആയിട്ട് എക്സിക്യൂട്ട് ചെയ്യുന്നതിനെയാണ് നമ്മൾ പൈപ്പ് ലൈനിങ് എന്ന് പറയാം, അല്ലേ? സോ പൈപ്പ് ലൈൻ പ്രോസസ്സേഴ്സ് ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻ ടു 3 മെയിൻ കാറ്റഗറീസ്. നമുക്ക് 3 മെയിൻ കാറ്റഗറീസ് ആയിട്ട് പൈപ്പ് ലൈൻ പ്രോസസ്സേഴ്സിനെ ക്ലാസിഫൈ ചെയ്യാം. ഒന്നാണ് അരിത്തമെറ്റിക് പൈപ്പ് ലൈനിങ്, ഒന്നാണ് ഇൻസ്ട്രക്ഷൻ പൈപ്പ് ലൈനിങ്, ഒന്നാണ് പ്രൊസസ്സർ പൈപ്പ് ലൈനിങ്. മൂന്നും നിങ്ങൾക്ക് ഈ ഒരു പേരിൽ തന്നെ അറിയാം. അരിത്തമെറ്റിക് ഓപ്പറേഷൻസ് ആയിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്നതാണ് അരിത്തമെറ്റിക് പൈപ്പ് ലൈനിങ്. ഡിഫറെൻ്റ് ആയിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ് ആണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ അത് ഇൻസ്ട്രക്ഷൻ പൈപ്പ് ലൈനിങ്. മൾട്ടിപ്പിൾ പ്രോസസ്സേഴ്സ് യൂസ് ചെയ്തിട്ടുള്ള പൈപ്പ് ലൈനിങ് ആണ് പ്രൊസസ്സർ പൈപ്പ് ലൈനിങ്. ഓക്കെ, അപ്പോൾ വളരെ സിമ്പിളായിട്ട് ഞാനിത് പറഞ്ഞുതരാം എന്താണെന്ന്. നിങ്ങൾ എക്സാമിന് ഇത് ചോദിക്കുന്ന ഒരു പാർട്ടാണ്. അപ്പോൾ ആദ്യം നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് അരിത്തമെറ്റിക് പൈപ്പ് ലൈനിങ് ആണ്. അപ്പോൾ അരിത്തമെറ്റിക് പൈപ്പ് ലൈനിങ് എന്ന് പറഞ്ഞാൽ അരിത്തമെറ്റിക് ലോജിക് യൂണിറ്റ് ആയിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്ന ഒരു സംഭവമാണ്. അതായത് അരിത്തമെറ്റിക് പൈപ്പ് ലൈനിങ് ഇൻവോൾവ് സെഗ്മെൻറ്റിംഗ് ദി അരിത്തമെറ്റിക് ലോജിക് യൂണിറ്റ് ടു പെർഫോം അരിത്തമെറ്റിക് ഓപ്പറേഷൻസ് ഇൻ മൾട്ടിപ്പിൾ സ്റ്റേജസ്. അപ്പോൾ അരിത്തമെറ്റിക് ഓപ്പറേഷൻസ് മൾട്ടിപ്പിൾ സ്റ്റേജസ് ആയിട്ട് എങ്ങനെ ചെയ്യുന്നു എന്നാണ് അരിത്തമെറ്റിക് പൈപ്പ് ലൈനിങ് പറയുന്നത്. അപ്പോൾ പൈപ്പ് ലൈനിങ് എന്ന് പറഞ്ഞാൽ നമുക്ക് സൈമൾട്ടേനിയസ് ആയിട്ട് മൾട്ടിപ്പിൾ പ്രോസസ്സ് ചെയ്യുന്നതിനായിരുന്നു നമ്മൾ പൈപ്പ് ലൈനിങ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ അരിത്തമെറ്റിക് ലോജിക് യൂണിറ്റിലെ അരിത്തമെറ്റിക് ഓപ്പറേഷൻസിനെ മൾട്ടിപ്പിൾ സ്റ്റേജസിൽ പെർഫോം ചെയ്യുന്നതാണ് അരിത്തമെറ്റിക് പൈപ്പ് ലൈനിങ്. സോ ദിസ് ടെക്നിക് അലോസ് ഫോർ സൈമൾട്ടേനിയസ് എക്സിക്യൂഷൻ ഓഫ് ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് അരിത്തമെറ്റിക് ഓപ്പറേഷൻ ഓൺ ഡിഫറെൻറ്റ് ഓപ്പറൻറ്റ്. അപ്പോൾ ഡിഫറെൻ്റ് ആയിട്ടുള്ള അരിത്തമെറ്റിക് ഓപ്പറേഷൻസ് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഓപ്പറൻസ് യൂസ് ചെയ്തിട്ട് എങ്ങനെ നമ്മൾ ചെയ്യുന്നു, എഫക്റ്റീവായിട്ട് എങ്ങനെ പൈപ്പ് ലൈനിങ് ചെയ്യുന്നു എന്നാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ കോമൺ ആയിട്ട് ഒരു എക്സാമ്പിൾ പറഞ്ഞാലേ നിങ്ങൾക്ക് ഈ അരിത്തമെറ്റിക് പൈപ്പ് ലൈനിങ് കറക്റ്റായിട്ട് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ കോമൺലി യൂസ്ഡ് എക്സാമ്പിൾസ് എന്ന് പറയുന്നത്, ഒന്ന് ഫ്ലോട്ടിംഗ് പോയിൻ്റ് ഓപ്പറേഷൻസിന് നമ്മൾ അരിത്തമെറ്റിക് പൈപ്പ് ലൈനിങ് യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ ഫ്ലോട്ടിംഗ് പോയിൻ്റ് നമുക്ക് എങ്ങനെ മൾട്ടിപ്പിൾ അരിത്തമെറ്റിക് ഓപ്പറേഷൻസ് സൈമൾട്ടേനിയസ് ആയിട്ട് ചെയ്യാമെന്ന് നോക്കാനുണ്ട്. അതുപോലെ തന്നെ ഫിക്സ്ഡ് പോയിൻറ്റ് മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ എക്സെട്ര വിച്ച് റിക്വയർ മൾട്ടിപ്പിൾ പ്രോസസ്സിംഗ് സ്റ്റെപ്പ്. ഇത് ചെയ്യാൻ നമുക്ക് മൾട്ടിപ്പിൾ ആയിട്ടുള്ള പ്രോസസ്സിംഗ് സ്റ്റെപ്സ് യൂസ് ചെയ്യണം. അപ്പോൾ എങ്ങനെയാണ് അരിത്തമെറ്റിക് പൈപ്പ് ലൈനിങ് വർക്ക് ചെയ്യുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു അരിത്തമെറ്റിക് പൈപ്പ് ലൈനിങ്ങിൻ്റെ ഒരു ഫിഗർ ഇവിടെ ലെഫ്റ്റ് സൈഡിൽ കൊടുത്തിട്ടുണ്ട്. എല്ലാവരും കണ്ടോ? ഈ ഫിഗറിന് നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ദ ഫിഗർ റെപ്രസെൻറ്റ് ദി അരിത്തമെറ്റിക് പൈപ്പ് ലൈനിങ്, എ ടെക്നിക് യൂസ്ഡ് ടു സ്പീഡ് അപ്പ് ദി മാത്തമാറ്റിക്കൽ കമ്പ്യൂട്ടേഷൻസ് ബൈ ഡിവൈഡിങ് കോംപ്ലക്സ് ഓപ്പറേഷൻസ് ടു മൾട്ടിപ്പിൾ സ്റ്റേജസ്. അപ്പോൾ ഞാനിവിടെ ഡിഫറെൻ്റ് ആയിട്ടുള്ള സ്റ്റേജസ് കൊടുത്തിട്ടുണ്ട്. ഈ സ്റ്റേജസ് നിങ്ങൾക്ക് മനസ്സിലാവുന്നൊരു കാര്യം, S1 എന്ന് പറയുന്നതിൻ്റെ ഫസ്റ്റ് സ്റ്റേജ്, S2, S3, S4 അങ്ങനെ 4 വ്യത്യസ്ത സ്റ്റേജുകൾ കൊടുത്തിട്ടുണ്ട്, അല്ലേ? സോ ഈച്ച് സ്റ്റേജ് പെർഫോം എ പാർട്ട് ഓഫ് ദി അരിത്തമെറ്റിക് ഓപ്പറേഷൻ. ദ റിസൾട്ട് ഓഫ് ദി വൺ സ്റ്റേജ് ഈസ് പാസ്ഡ് ടു ദി നെക്സ്റ്റ് സ്റ്റേജ്. ഇപ്പോൾ നമുക്ക് അഡീഷൻ, സബ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ ഒക്കെ ഉണ്ടെങ്കിൽ ഓരോ സ്റ്റേജ് ഓരോ ഓപ്പറേഷൻസിനെ റെപ്രസെൻ്റ് ചെയ്യുന്നു, ഓരോ അരിത്തമെറ്റിക് ഓപ്പറേഷൻസിനെ റെപ്രസെൻ്റ് ചെയ്യുന്നു, അല്ലേ? അടുത്ത് നമുക്ക് വരുന്നത് ഈ ഹൊറിസോണ്ടൽ ബാറുകളായിട്ട് ഞാനിവിടെ പൈപ്പ് ലൈൻ രജിസ്റ്റേഴ്സ് കൊടുത്തിട്ടുണ്ട്. സോ ദീസ് ആക്ട് ആസ് എ ബഫേഴ്സ് ബിറ്റ്വീൻ സ്റ്റേജസ്, സ്റ്റോറിങ് ദി ഇൻ്റർമീഡിയറ്റ് റിസൾട്ട് ആൻഡ് എൻഷുറിങ് എ സ്മൂത്ത് ഡാറ്റ ഫ്ലോ. അപ്പോൾ ഈ അരിത്തമെറ്റിക് ഓപ്പറേഷൻസിനെ സ്റ്റോർ ചെയ്യാനുള്ള ടെമ്പററി രജിസ്റ്റേഴ്സ് ആയിട്ടാണ് നമ്മൾ ഈ ഹൊറിസോണ്ടൽ ബാർസിനെ കൊടുത്തിരിക്കുന്നത്. ഇത് ശരിക്ക് ടെമ്പററി രജിസ്റ്റർ ആയിട്ടാണ് ആക്ട് ചെയ്യുക കേട്ടോ. യെസ്. സോ ഒരു അരിത്തമെറ്റിക് പൈപ്പ് ലൈനിങ്ങിൽ ഡിഫറെൻ്റ് ആയിട്ടുള്ള സ്റ്റേജസിനെ നമ്മൾ റെപ്രസെൻ്റ് ചെയ്തു. S1, S2, S3, S4 എന്ന് റെപ്രസെൻ്റ് ചെയ്തു. ഹൊറിസോണ്ടൽ ബാറുകളായിട്ട് നമ്മൾ പൈപ്പ് ലൈനിങ് രജിസ്റ്റേഴ്സിനെ റെപ്രസെൻ്റ് ചെയ്തു. ഇങ്ങനെയാണ് ജനറലായിട്ട് ഒരു അരിത്തമെറ്റിക് പൈപ്പ് ലൈനിങ്ങിൻ്റെ സ്ട്രക്ചർ വരിക. അപ്പോൾ ഞാൻ ഓൾറെഡി പറഞ്ഞു, ഒരു ക്ലിയർ എക്സാമ്പിൾ സൈതേ നമുക്കിത് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോഴേ നിങ്ങൾക്ക് കറക്റ്റായിട്ട് ഇത് മനസ്സിലാവുള്ളൂ. അപ്പോൾ എങ്ങനെയാണിത് ബേസിക്കലി വർക്ക് ചെയ്യുന്നത്? അരിത്തമെറ്റിക് ഓപ്പറേഷൻ ഈസ് ബ്രോക്കൺ ഇൻ ടു മൾട്ടിപ്പിൾ സ്റ്റേജസ്. So different parts of the multiple operations are executed simultaneously in different stages. The final result is obtained faster compared to executing the entire operation sequentially. അല്ലേ? അപ്പോൾ നമ്മൾ
ഇവിടെ ശരിക്കും ഒരു പൈപ്പ് ലൈനിങ് പ്രിൻസിപ്പിൾ കൊണ്ടുവരികയാണ്. അതായത് 1, 2, 3 അരിത്തമെറ്റിക് ഓപ്പറേഷൻസ് ഉണ്ടെങ്കിൽ അതിനെ നമുക്ക് മൾട്ടിപ്പിൾ സ്റ്റേജസ് ആയിട്ട് പൈപ്പ് ലൈനിങ്ങിലൂടെ നമുക്ക് ചെയ്യാൻ പറ്റും. ഇതാണ് ശരിക്കും ഒരു അരിത്തമെറ്റിക് പൈപ്പ് ലൈനിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ വളരെ സിമ്പിളായിട്ടുള്ളൊരു എക്സാമ്പിളിൽ നിങ്ങൾക്ക് ഈ അരിത്തമെറ്റിക് പൈപ്പ് ലൈനിങ് എക്സ്പ്ലെയിൻ ചെയ്തു തരാം. അപ്പോൾ ഞാനതിന് യൂസ് ചെയ്യുന്ന ഒരു എക്സാമ്പിൾ ഫ്ലോട്ടിംഗ് പോയിൻ്റ് ഓപ്പറേഷനാണ്. എന്താണ് മക്കളെ ഫ്ലോട്ടിംഗ് പോയിൻ്റ് ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ? അപ്പോൾ എങ്ങനെയാണ് ഒരു ഫ്ലോട്ടിംഗ് പോയിൻ്റ് ഓപ്പറേഷൻ നമ്മൾ പറയുന്നത്, അതിൻ്റെ ഒരു എക്സാമ്പിളാണ് നമ്മൾ പറയുന്നത്. സോ എ ഫ്ലോട്ടിംഗ് പോയിൻ്റ് നമ്പർ കൺസിസ്റ്റ് ഓഫ് 3 പാർട്സ്. അപ്പോൾ ഞാനിവിടെ ഒരു നമ്പർ എഴുതുന്നുണ്ട്. ഇപ്പോൾ 3.567 ഇൻറ്റു 3.567 ഇൻറ്റു 10⁻⁻31. ഇതൊരു ഫ്ലോട്ടിംഗ് പോയിൻ്റ് നമ്പറാണ്. ഇതിൽ ഡിഫറെൻ്റ് ആയിട്ടുള്ള പാർട്ടുകൾ ഉണ്ടായിരിക്കും. അതിലൊന്നുണ്ടാവുന്നത് അതിൻ്റെ സൈൻ ബിറ്റ് ആയിരിക്കും. സൈൻ ബിറ്റ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് വെദർ ഇറ്റ് ഈസ് പോസിറ്റീവ് ഓർ നെഗറ്റീവ്. 1 ആണെങ്കിൽ സാധാരണ നമ്മൾ പോസിറ്റീവായിട്ടും 1 ആണെങ്കിൽ സാധാരണ നമ്മൾ നെഗറ്റീവായിട്ടും 0 ആണെങ്കിൽ നമ്മൾ സാധാരണ പോസിറ്റീവായിട്ടാണ് എടുക്കുക. അപ്പോൾ ഒരു ബേസിക് ആയിട്ടുള്ള ഫ്ലോട്ടിംഗ് പോയിൻ്റ് നമ്പറിൻ്റെ ആദ്യത്തെ പാർട്ട് എന്ന് പറയുന്നത് അതിൻ്റെ സൈനാണ് അല്ലേ. പിന്നെ നമുക്ക് വരുന്ന ഒരു എക്സ്പോണൻ്റ് വരും. അപ്പോൾ ഞാനിപ്പോൾ നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്കിൽ പറയുന്ന ഒരൊറ്റ എക്സാമ്പിളാണ് ഫ്ലോട്ടിംഗ് പോയിൻ്റ് ഓപ്പറേഷൻ എന്ന് പറഞ്ഞൊരു എക്സാമ്പിളാണ് ടെക്സ്റ്റ് ബുക്കിൽ പറയുന്നത്. അത് ഞാൻ അരിത്തമെറ്റിക് പൈപ്പ് പ്രോസസ്സേഴ്സ് വെച്ചിട്ട് എങ്ങനെ ചെയ്യുന്നു എന്നാണ് എക്സാമ്പിളിലൂടെ പറയുന്നത്. രണ്ടാമത്തെയാണ് എക്സ്പോണൻ്റ്. എക്സ്പോണൻ്റ് എന്ന് പറഞ്ഞാൽ എത്ര എക്സ്പോണൻ്റ് ഉണ്ട് അല്ലേ, അതാണ് എക്സ്പോണൻ്റ് കൊണ്ട് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. പിന്നെ വരുന്നത് മാൻറ്റിസയാണ്, ഓൾസോ കോൾഡ് സിഗ്നിഫിക്കൻറ്റ് ഓർ ഫ്രാക്ഷനെയാണ് നമ്മൾ മാൻറ്റിസ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഫ്ലോട്ടിംഗ് പോയിൻ്റ് നമ്പേഴ്സ്. അപ്പോൾ ഫ്ലോട്ടിംഗ് പോയിൻ്റ് നമ്പേഴ്സിനെ ഇതിൻ്റെ ബേസിസിൽ നമുക്ക് ഇതുപോലെ റെപ്രസെൻറ്റ് ചെയ്യാം. -1 ഇൻറ്റു -1⁻⁻s ഇൻറ്റു 1.m ഇൻറ്റു 2⁻e ബയാസ്. ഇതിൽ ആക്ച്വലി m ഇൻഡിക്കേറ്റ് ചെയ്യുന്ന മാൻറ്റിസയാണ്, s ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് എന്താണ്, സൈൻ ബിറ്റാണ്. ഓക്കെ, E ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് എക്സ്പോണൻ്റ് ആണ്. അപ്പോൾ നമുക്ക് വളരെ ക്ലിയർ ആയിട്ട് പറയാം, വേർ ദ ബയാസ് ഈസ് എ 127 ഫോർ സിംഗിൾ പ്രിസിഷൻ ആൻഡ് 1023 ഫോർ ഡബിൾ പ്രിസിഷൻ. നമ്മൾ 2 രീതിയിലുള്ള ഫ്ലോട്ടിംഗ് പോയിൻ്റ് നമ്പർ റെപ്രസെൻറ്റേഷൻ പഠിച്ചിട്ടുണ്ട്. അതിൽ ഒന്നിനെയാണ് സിംഗിൾ പോയിൻ്റ് പ്രിസിഷൻ എന്ന് പറയുന്നത്, ഒന്നിനെയാണ് ഡബിൾ പ്രിസിഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ സിംഗിൾ പ്രിസിഷനാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ഇതിൽ ബയാസിൻ്റെ വാല്യൂ 127ഉം ഡബിൾ പ്രിസിഷനാണ് നമ്മൾ യൂസ് ചെയ്യുന്നതെങ്കിൽ ഇതിൻ്റെ ബയാസിൻ്റെ വാല്യൂ 1023 ആണ്. ഓക്കെ, അപ്പോൾ ഞാനിപ്പോൾ ഒരു കോമൺ ആയിട്ടുള്ള എക്സാമ്പിൾസ് പറയുകയാണെങ്കിൽ, ഇപ്പോൾ ഞാൻ 9 ഇൻറ്റു 10⁸8 എന്നുള്ള നമ്പർ പറഞ്ഞു. ഇവിടുത്തെ മാൻറ്റിസ എന്ന് പറയുന്നത് 9 ആണ്. ബേസ് എന്ന് പറയുന്നത് എത്രയാണ്, ബേസ് എന്ന് പറയുന്നത് 10 ആണ്. ഇവിടുത്തെ എക്സ്പോണൻ്റ് എന്ന് പറയുന്നത് 8 ആണ് അല്ലേ. 110 ഇൻറ്റു 2⁻7 എന്ന് പറഞ്ഞാൽ 110 ആണ് മാൻറ്റിസ. ബേസ് എന്ന് പറഞ്ഞാൽ 2 ആണ്. എക്സ്പോണൻ്റ് എന്ന് പറഞ്ഞാൽ 7 ആണ്. 4364.784 ആണെങ്കിൽ ഇതിനെ നമുക്ക് 4364.784 ആണെങ്കിൽ നമുക്കിതിനെ 4364,784 ഇൻറ്റു 10⁻³ എന്ന് റെപ്രസെൻറ്റ് ചെയ്യണം. -1, -2, -3. ഓക്കെ, അപ്പോൾ ഒരിക്കലും ഫ്രാക്ഷൻസ് മാൻറ്റിസയിൽ വരാൻ പാടില്ല. അപ്പോൾ നമ്മൾ ആ മൂന്നാമത് കൊടുത്തിരിക്കുന്ന നമ്പറിനെ 4364,784 ഇൻറ്റു 10⁻³ എന്നുള്ള ഫോമിലേക്ക് മാറ്റി. അപ്പോൾ നമുക്ക് ഇവിടുത്തെ മാൻറ്റിസ കിട്ടുന്നത് 43,64,78,4 ആണ് നമ്മുടെ മാൻറ്റിസ. ബേസ് എന്ന് പറഞ്ഞാൽ എഗെയിൻ 10 ആണ്. എക്സ്പോണൻ്റ് എന്ന് പറഞ്ഞാൽ -3 ആണ്. അപ്പോൾ ഈ രീതിയിലാണ് നമ്മൾ എപ്പോഴും ഒരു ഫ്ലോട്ടിംഗ് പോയിൻ്റ് നമ്പേഴ്സിനെ അസൈൻ ചെയ്യുന്നത്. അപ്പോൾ ഒരു ഫ്ലോട്ടിംഗ് പോയിൻ്റ് അഡീഷൻ നമുക്ക് ചെയ്യുമ്പോൾ എന്തൊക്കെ സ്റ്റെപ്പുകൾ നമുക്ക് ഫോളോ ചെയ്യാം. അപ്പോൾ എപ്പോഴും ഒരു ഫ്ലോട്ടിംഗ് പോയിൻ്റ് അഡീഷൻ്റെ ബേസിക് സ്റ്റെപ്പ് എന്ന് പറയുന്നത് അലൈനിങ് ദി എക്സ്പോണൻസ് ആണ്. എക്സ്പോണൻസിന് പ്രോപ്പറായിട്ട് അലൈൻ ചെയ്യാം. അതായത് ഫസ്റ്റ് എക്സ്പോണൻറ്റും സെക്കൻഡ് എക്സ്പോണൻറ്റും പ്രോപ്പറായിട്ട് അലൈൻ. അപ്പോൾ കൺവേർട്ട് ദി നമ്പേഴ്സ് ടു യൂസ് ദി സെയിം എക്സ്പോണൻറ്റ് ബൈ ഷിഫ്റ്റിംഗ് ദി സ്മോളർ എക്സ്പോണൻസ് മാൻറ്റിസാസ് റൈറ്റ്. അപ്പോൾ രണ്ടിൻ്റെയും എക്സ്പോണൻസിനെ ഇക്വേറ്റ് ചെയ്യുക എന്ന് പറയുന്നതാണ് ഇതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ്. അത് നിങ്ങൾക്ക് പറയാം കറക്റ്റായിട്ട്. അലൈൻ ചെയ്യുക എന്ന് പറയുന്നതാണ് ഇതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ്. മാൻറ്റിസയെ എക്സ്പോണൻറ്റിനെ ഒരു പ്രോപ്പർ രീതിയിൽ അലൈൻ ചെയ്യുക. രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ആഡ് ദി മാൻറ്റിസാസിനെ ആഡ് ചെയ്യുക. ഓക്കെ, പെർഫോം ദി ബൈനറി അഡീഷൻ ഓൺ അലൈൻഡ് മാൻറ്റിസാസ്. മൂന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നോർമലൈസ് ദി റിസൾട്ട്. ഇതിനുശേഷം നമുക്ക് റിസൾട്ട് നോർമലൈസ് ചെയ്യണം. ഇഫ് ദി സം ഈസ് ഗ്രേറ്റർ ദാൻ 1 ഷിഫ്റ്റ് റൈറ്റ് ആൻഡ് ഇൻക്രിമെൻറ്റ് ദി എക്സ്പോണൻറ്റ്. എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. അതിനുശേഷം നോർമലൈസ് ചെയ്തതിനു ശേഷം റൗണ്ട് ദി റിസൾട്ട്. IEEE 754
റൂൾസ് വെച്ചിട്ട് ഇതിനെ റൗണ്ട് ചെയ്യണം. ആ റൗണ്ടിലൊക്കെ ഞാൻ പഠിപ്പിച്ചു തരാം. അതിനുശേഷം നമുക്ക് ഹാൻഡിൽ ഓവർഫ്ലോ ഓർ അണ്ടർഫ്ലോ. ഇഫ് ദി എക്സ്പോണൻറ്റ് എക്സീഡ് ദി മാക്സിമം ഇറ്റ് റിസൾട്ട് ഓവർഫ്ലോ. മാക്സിമം റീച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത് ഓവർഫ്ലോ എന്നും, ടു സ്മോൾ ആണെങ്കിൽ ഇതിന് അണ്ടർഫ്ലോ എന്നും പറയാം. അപ്പോൾ ഇതാണ് ജനറലി ഒരു ഫ്ലോട്ടിംഗ് പോയിൻ്റ് അഡീഷൻ ചെയ്യാനുള്ള ബേസിക് ആയിട്ടുള്ള കണ്ടീഷൻ. അപ്പോൾ ആദ്യം നമ്മൾ മാൻഡിസാസിന് എക്സ്പോണൻസിനെ അലൈൻ ചെയ്യണം, മാൻഡിസാസിനെ ആഡ് ചെയ്യണം, അതുപോലെ തന്നെ നോർമലൈസ് ചെയ്യണം, അതിനെ റൗണ്ട് ചെയ്യണം. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ചെയ്യാനുള്ളത്. അപ്പോൾ ഞാനിപ്പോൾ ഒരു സിമ്പിൾ എക്സാമ്പിൾ നിങ്ങളെ പഠിപ്പിക്കുകയാണെങ്കിൽ, ഒരു ബേസിക് എക്സാമ്പിൾ ഞാൻ നിങ്ങളെ പഠിപ്പിക്കുകയാണെങ്കിൽ, ഫസ്റ്റ് ഞാൻ എടുക്കുന്ന ഒരു നമ്പർ എന്ന് പറയുന്നത് എ എന്ന് പറയുന്നത് എക്സ് ഇൻറ്റു 2⁻x. അതായത് ഞാനിവിടെ എടുക്കുന്ന നമ്പർ 0.9504 ഇൻറ്റു 10⁻3. ഞാൻ എടുക്കുന്ന ബി എന്നുള്ള നെക്സ്റ്റ് നമ്പർ y ഇൻറ്റു 2⁻y എന്ന് എടുക്കാം. അതായത് 0.8200 ഇൻറ്റു 10⁻2. അങ്ങനെ രണ്ട് നമ്പേഴ്സ് ഞാൻ എടുക്കുകയാണ്. ഈ രണ്ട് നമ്പേഴ്സിൻ്റെ ബേസിൽ ഞാൻ ആദ്യം ഞാനിതിൻ്റെ എക്സ്പോണൻസിനെ കമ്പയർ ചെയ്യാണ്. ഓക്കെ, എക്സ്പോണൻസ് ഒരേപോലെയാണോ എന്ന് കമ്പയർ ചെയ്യാണ്. പിന്നെ നമ്മൾ അപ്പോൾ എക്സ്പോണൻസ് ഒരേപോലെ അല്ലെങ്കിൽ അതിനെ കറക്റ്റ് ആക്കണം. അപ്പോൾ ഞാനിവിടെ ചെയ്യുന്നത് ഫസ്റ്റ് 0.8200 ഇൻറ്റു 10⁻2 ആണ് ഫസ്റ്റത്തെ കേസ്. അടുത്ത എന്താ 0.9504 ഇൻറ്റു 10⁻3 ആണ് അല്ലേ. അപ്പോൾ നമ്മളിതിനെ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ കറക്റ്റായിട്ട് അറേഞ്ച് ചെയ്യണം. എങ്ങനെ അറേഞ്ച് ചെയ്യാം? ഓക്കെ, എങ്ങനെ ഇതിനെ പ്രോപ്പറായിട്ട് അറേഞ്ച് ചെയ്യാൻ പറ്റും ഒന്ന് പറയാൻ പറ്റുമോ? ഇതിനെനിക്ക് രണ്ടിനും ഒരേ രീതിയിലേക്ക് മാറ്റണം. രണ്ടിനും ഒരേ രീതിയിലേക്ക് മാറ്റണം എന്ന് പറഞ്ഞാൽ എയും ബിയും ഒരേപോലെ ആക്കണം. അപ്പോൾ എങ്ങനെയാണോ എ ഇരിക്കുന്നത് അതേപോലെ ബിയെ മാറ്റണം. അപ്പോൾ എ ഞാൻ അറേഞ്ച് ചെയ്ത് എഴുതുകയാണ് 0.9504 ഇൻറ്റു 10⁻3. ബിയെ ഞാൻ ഇതുപോലെ അറേഞ്ച് ചെയ്യാണ്. ഇത് 10⁻2 ആണ്, ഇതിനെ 10⁻3 ആക്കണം. അപ്പോൾ 0.08200 ഇൻറ്റു 10⁻3 എന്നാക്കുകയാണ്. അപ്പോൾ ആദ്യം ഞാൻ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ പ്രോപ്പറായിട്ട് രണ്ടിൻ്റെ എക്സ്പോണൻസ് ചെക്ക് ചെയ്തിട്ട് രണ്ടാമത്തെ കേസിൽ മാൻഡിസാസിനെ പ്രോപ്പറായിട്ട് അലൈൻ ചെയ്യണം അല്ലേ. അപ്പോൾ ഞാനിപ്പോൾ ചെയ്തിരിക്കുന്നത് 0.9504 ഇൻറ്റു 10⁻3 എന്നും 0.08200 ഇൻറ്റു 10⁻3 എന്നും ആക്കി. ഇതാണ് ഞാൻ ആദ്യം ചെയ്തത്. ഇതിന് ശേഷമാണ് നമുക്കിവിടെ ആഡ് ചെയ്യാൻ പറ്റുക. അപ്പോൾ ഞാനിവിടെ സി എന്നുള്ളൊരു റിസൾട്ട് കണ്ടുപിടിക്കുകയാണ്. സി എന്ന് പറഞ്ഞാൽ A+B ആണ്. സി = A+B. ഇപ്പോൾ നമുക്ക് വളരെ ഈസി ആയിട്ട് ഇതിനെ ആഡ് ചെയ്യാൻ പറ്റും. അതായത് 0.9504 ഇൻറ്റു 10⁻3യും 0.08200 ഇൻറ്റു 10⁻3യും നമുക്ക് ഈസി ആയിട്ട് ആഡ് ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് ആഡ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്, കാരണം രണ്ടിൻ്റെയും എക്സ്പോണൻറ്റ് ഡിഫറൻ്റ് ആകുമ്പോൾ നമുക്ക് ആഡ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ എക്സ്പോണൻറ്റിൻ്റെ സെയിം ആയിക്കൊണ്ട് ഞാൻ ആഡ് ചെയ്താൽ നമുക്കൊരു റിസൾട്ട് കിട്ടും. 0.9504ഉം 0.08200 കൂടി ആഡ് ചെയ്താൽ 1.0324 ഇൻറ്റു 10⁻3 എന്ന് കിട്ടും. ഇതാണ് നമുക്കിതിൻ്റെ ബേസിക് കേസ്. അപ്പോൾ ഇത് ചെയ്യണം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമുക്ക് ചെയ്യണം. ഫൈനലി നമുക്കിവിടെ ചെയ്യാനുള്ള സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഇതിനെ നോർമലൈസ് ചെയ്യണം. നോർമലൈസ് എന്ന് പറഞ്ഞാൽ ഒരു ബേസിക് ഫോർമാറ്റിലേക്ക് ഇതിനെ നോർമലൈസ് ചെയ്യണം. എപ്പോഴും ഒരു ബിലോ റിസൾട്ടായിട്ട് ഇതിനെ നോർമലൈസ് ചെയ്യണം. അപ്പോൾ 1 എന്നുള്ളത് നമുക്ക് 0.10324 ഇൻറ്റു 10⁻4 ഇങ്ങനെയാണ് ഇതിൻ്റെ നോർമലൈസേഷൻ പ്രിൻസിപ്പിൾ. കണ്ടോ, ഒന്നിനേക്കാളും ചെറിയൊരു വാല്യൂ ആയിട്ട് നിങ്ങളതിനെ മാറ്റണം. ഇതിൻ്റെ ഇനീഷ്യൽ മാൻഡിസയെ. അപ്പോൾ ഇത്രയും സ്റ്റെപ്പിലൂടെയാണ് നമ്മൾ നോർമലി ഒരു ഫ്ലോട്ടിംഗ് പോയിൻ്റ് അഡീഷൻ ചെയ്യുന്നത്. അപ്പോൾ ഈ ഫ്ലോട്ടിംഗ് പോയിൻ്റ് അഡീഷനെ നമ്മൾ നോർമലി ഒരു അരിത്തമെറ്റിക് പ്രോസസ്സർ യൂസ് ചെയ്തിട്ട്, ഒരു അരിത്തമെറ്റിക് പൈപ്പ് ലൈനിങ് പ്രോസസ്സർ യൂസ് ചെയ്തിട്ട് ചെയ്യുകയാണ്. അപ്പോൾ ഞാനിവിടെ ചെയ്യുന്ന കാര്യം, ആദ്യം ദ ഫ്ലോട്ടിംഗ് പോയിൻ്റ് അഡീഷൻ ആൻഡ് സബ്ട്രാക്ഷൻ പൈപ്പ് ലൈൻ പ്രോസസ്സേഴ്സ് ടു നോർമലൈസ്ഡ് ഫ്ലോട്ടിംഗ് പോയിൻ്റ് നമ്പർ. അപ്പോൾ ഫസ്റ്റ് നമ്പർ x = a ഇൻറ്റു 2⁻a, y = b ഇൻറ്റു 2⁻b. ഇത് രണ്ടുമാണ് നമ്മുടെ നമ്പേഴ്സ്. എ ബി റെപ്രസെൻറ്റ് മാൻഡിസ, സ്മോൾ ലെറ്റർ എ ആൻഡ് ബി റെപ്രസെൻറ്റ് എക്സ്പോണൻറ്റ്. അപ്പോൾ ക്യാപിറ്റൽ എയും ബിയും റെപ്രസെൻറ്റ് ചെയ്യുന്ന മാൻഡിസാസും സ്മോൾ ലെറ്റർ എയും ബിയും റെപ്രസെൻറ്റ് ചെയ്യുന്ന എന്താണ്, എക്സ്പോണൻസുമാണ് അല്ലേ. ടു പെർഫോം ദി ഫ്ലോട്ടിംഗ് പോയിൻ്റ് അഡീഷൻ ഓർ സബ്ട്രാക്ഷൻ efficiently, the operation is divided into 4 pipeline segment. 4 പൈപ്പ് ലൈൻ സെഗ്മെൻ്റ് ആയിട്ട് നമ്മളിതിനെ ഡിവൈഡ് ചെയ്യുന്നുണ്ട്. ഏതാണ് 4 പൈപ്പ് ലൈൻ സെഗ്മെൻറ്റ്?
അല്ലേ? ഓക്കെ, അപ്പോൾ ഇതിൽ ആദ്യത്തെ കമ്പയർ ദി എക്സ്പോണൻറ്റിനെ കമ്പയർ ചെയ്യണം, മാൻഡിസാസിനെ അലൈൻ ചെയ്യണം, പിന്നെ ആഡ് ആണോ സബ്ട്രാക്ഷൻ ആണോ വെച്ചതിനെ ആഡ് ചെയ്യുക സബ്ട്രാക്ട് ചെയ്യുക ചെയ്യണം, അതിനുശേഷം നമുക്ക് നോർമലൈസ് ചെയ്യണം. ഇത്രയും സ്റ്റെപ്പാണ് നമുക്ക് ചെയ്യാനുള്ളത്. അപ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഇതിൻ്റെ ഫിഗർ ഒന്ന് അനലൈസ് ചെയ്യാം. ഫിഗർ അനലൈസ് ചെയ്യുമ്പോൾ നമുക്കിവിടെ മനസ്സിലാവുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, ആദ്യം ഞാൻ എക്സ്പോണൻറ്റ് കൊടുത്തു. ഫസ്റ്റ് എക്സ്പോണൻറ്റ് എയും ബിയും ഞാൻ രജിസ്റ്ററിലേക്ക് കൊടുത്തു. അതുപോലെ തന്നെ മാൻഡിസാസിനെയും കൊടുത്തു പ്രോപ്പറായിട്ട്, അല്ലേ? യെസ്. അപ്പോൾ നമ്മൾ എക്സ്പോണൻറ്റ് കൊടുത്തിട്ട് പിന്നെ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ കമ്പയർ ചെയ്യാണ്. എക്സ്പോണൻസിനെ കമ്പയർ ചെയ്യുക. കമ്പയർ ചെയ്തിട്ട് അതിനെ കറക്റ്റ് ചെയ്തിട്ട് നമ്മൾ ചെയ്യുക. ഇങ്ങനെയാണ് ഫസ്റ്റ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ നോക്കിയേ, ഫസ്റ്റ് എക്സ്പോണൻസ് കൊടുത്തു, എ ബി എന്നുള്ളത് രജിസ്റ്ററിലേക്ക് കൊടുത്തു, മാൻഡിസാസിനെ കൊടുത്തു ക്യാപിറ്റൽ എ ബി, അല്ലേ? ഈ എക്സ്പോണൻസ് നമ്മൾ കമ്പയർ ചെയ്തിട്ട് അതിൻ്റെ ഡിഫറൻസുകൾ കറക്റ്റ് ചെയ്യണം. ഇതാണ് നമുക്ക് ആദ്യം ചെയ്യാനുള്ളത്. അപ്പോൾ ഫസ്റ്റ് സെഗ്മെൻറ്റിൽ നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ, അപ്പോൾ നിങ്ങൾ നോക്കിക്കോ, ഇവിടെ നിങ്ങൾക്ക് മനസ്സിലാവുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇവിടെ എങ്ങനെയാണ് ഈ അരിത്തമെറ്റിക് പൈപ്പ് ലൈനിങ് വർക്ക് ചെയ്യുന്നത് നോക്കണം. ഇപ്പോൾ ഈ സെഗ്മെൻറ്റ് 1, സെഗ്മെൻറ്റ് 2, സെഗ്മെൻറ്റ് 3 എന്ന് പറയുന്നുണ്ടല്ലോ, ഇവിടെയൊക്കെ നമ്മൾ പൈപ്പ് ലൈനിങ്ങാണ് ചെയ്യുന്നത്. അപ്പോൾ സെഗ്മെൻറ്റ് 3ൻ്റെ സ്ഥാനത്ത് നമുക്ക് 2 ഓപ്പറേഷൻസ് ചെയ്യാം, സെഗ്മെൻറ്റ് 4ൻ്റെ സ്ഥാനത്ത് നമുക്ക് 2 ഓപ്പറേഷൻസ് ചെയ്യാം. അപ്പോൾ ഇതാണ് നോർമലി ഇവിടെ ചെയ്യുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ എക്സ്പോണൻസും മാൻഡിസാസും കൊടുത്തു, മാൻഡിസാസിനെ പ്രോപ്പറായിട്ട് അലൈൻ ചെയ്തു, എന്നിട്ട് അതിനെ ഒരു രജിസ്റ്ററിലേക്ക് കൊടുത്തു, ആഡ് ചെയ്തു അല്ലെങ്കിൽ സബ്ട്രാക്ട് ചെയ്തു, അതിനൊരു രജിസ്റ്ററിലേക്ക് കൊടുത്തു, അതിനെ നോർമലൈസ് ചെയ്തു, നോർമലൈസ് ചെയ്തിട്ട് രജിസ്റ്ററിലേക്ക് കൊടുത്തു. ഇതേ സമയത്ത് എന്ത് ഓപ്പറേഷൻ നടക്കുന്നുണ്ട്? എക്സ്പോണൻസിൻ്റെ കമ്പാരിസൺസ് നടക്കുന്നുണ്ട്, എക്സ്പോണൻറ്റിനെ പ്രോപ്പറായിട്ട് ചൂസ് ചെയ്യുന്നുണ്ട്, ഇതിനെ സ്റ്റോർ ചെയ്യുന്നുണ്ട്, അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ട്, വീണ്ടും സ്റ്റോർ ചെയ്യുന്നുണ്ട്. അപ്പോൾ പാരലലി, ഇപ്പോൾ ഞാൻ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ സെഗ്മെൻറ്റ് 1 നോക്കുകയാണെങ്കിൽ നമ്മൾ ആദ്യം എക്സ്പോണൻസിനെ കമ്പയർ ചെയ്തു, അതിനെ സ്റ്റോർ ചെയ്തു, എക്സ്പോണൻസിനെ ചൂസ് ചെയ്തു. ഇതേ സമയത്ത് നമ്മൾ മാൻഡിസാസിനെ അലൈൻ ചെയ്തു, അതുപോലെ തന്നെ ചൂസ് ചെയ്ത എക്സ്പോണൻറ്റിനെ സ്റ്റോർ ചെയ്തു. ഇതേ സമയത്ത് നമ്മൾ ആഡ് ചെയ്ത റിസൾട്ടിനെ സ്റ്റോർ ചെയ്തു, എക്സ്പോണൻറ്റിനെ അഡ്ജസ്റ്റ് ചെയ്തു. ഇതേ സമയത്ത് നമ്മൾ റിസൾട്ടിനെ നോർമലൈസ് ചെയ്തു. അപ്പോൾ ഇത് നിങ്ങൾ കണ്ടോ, ഇവിടെ ശരിക്കും പറഞ്ഞ പ്രോപ്പറായിട്ട് ഒരു മൾട്ടിപ്പിൾ ഓപ്പറേഷൻസ് നടക്കുന്നുണ്ട് അറ്റ് എ ടൈം. മൾട്ടിപ്പിൾ അരിത്തമെറ്റിക് ഓപ്പറേഷൻസ് നമ്മൾ അറ്റ് എ ടൈം ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു അരിത്തമെറ്റിക് പൈപ്പ് ലൈനിങ് ആണ്. അപ്പോൾ ആദ്യം നമ്മൾ കമ്പയർ ദി എക്സ്പോണൻറ്റ് ചെയ്തു, അല്ലേ? എക്സ്പോണൻറ്റ് എ ആൻഡ് ബി ആർ കമ്പയർഡ് ബൈ സബ്ട്രാക്ഷൻ. ദ എക്സ്പോണൻറ്റ് ഡിഫറൻസ് ഡിറ്റർമൈൻ വിച്ച് നമ്പർ ഹാസ് ദി ലാർജസ്റ്റ് കോമ്പണൻറ്റ്. അതാണ് ആദ്യം ചെയ്തത്. പിന്നെ മാൻഡിസാസിനെ അലൈൻ ചെയ്തു. ദ മാൻഡിസാസ് ഓഫ് സ്മോളർ എക്സ്പോണൻറ്റ് ഈസ് ഷിഫ്റ്റഡ് ടു റൈറ്റ് ടു അലൈൻ വിത്ത് ദി ലാർജർ എക്സ്പോണൻറ്റ്. അതിനുശേഷം ദിസ് എൻഷുവേഴ്സ് പ്രോപ്പർ അഡീഷൻ ഓർ സബ്ട്രാക്ഷൻ വിത്തൗട്ട് ലോസിങ് പ്രസിഷൻ. ഓക്കെ, പിന്നെ അതിനുശേഷം നമ്മൾ ആഡ് ഓർ സബ്ട്രാക്റ്റ് മാൻഡിസാസിനെ ആഡ് ചെയ്യുകയോ സബ്ട്രാക്റ്റ് ചെയ്യുകയോ ചെയ്തു. അതിനുശേഷം നമ്മൾ റിസൾട്ടിനെ നോർമലൈസ് ചെയ്തു. അപ്പോൾ ഇത്രയും സ്റ്റെപ്പുകളാണ് നമുക്കുള്ളത്. അപ്പോൾ ഓൾറെഡി ഞാൻ പറഞ്ഞു ഒരു എക്സാമ്പിൾ 0.9504 × 10⁻³ എന്നുള്ള നമ്പറും 0.8200 × 10⁻² എന്നുള്ള നമ്പറിനെ ആദ്യം നമ്മൾ കമ്പയർ ചെയ്തു. കമ്പയർ ചെയ്തിട്ട് 3 - 2 = 1 എന്നുള്ള റിസൾട്ട് ഉണ്ടാക്കി. രണ്ടും സബ്ട്രാക്ട് ചെയ്തിട്ട് അതിനൊരു ഡിഫറൻസ് ഉണ്ടെന്ന് മനസ്സിലാക്കി. അതിനുശേഷം നമ്മൾ മാൻഡിസാസിനെ അലൈൻ ചെയ്തു. 0.9504 × 10⁻³ അതുപോലെ തന്നെ എടുത്തു. 0.8200 × 10⁻²നെ 0.08200 × 10⁻³ എന്നാക്കി പ്രോപ്പറായിട്ട് മാൻഡിസാസിനെ അലൈൻ ചെയ്തു. അതിനുശേഷം നമ്മൾ അലൈൻ ചെയ്തതിന് ശേഷം നമ്മൾ ആഡ് ചെയ്തു. നമുക്ക് 1.0324 × 10⁻³ എന്ന് കിട്ടി. അതിനുശേഷം നമ്മൾ നോർമലൈസ് ചെയ്തു. 0.1324 × 10⁻⁴ ആയിട്ട് നമ്മളിതിനെ നോർമലൈസ് ചെയ്തു. അപ്പോൾ ഇത്രയും സ്റ്റെപ്പുകളാണ് നമുക്കൊരു അരിത്തമെറ്റിക് പൈപ്പ് ലൈനിങ്ങിൽ ചെയ്യാനുള്ളത്. എല്ലാവർക്കും അരിത്തമെറ്റിക് പൈപ്പ് ലൈനിങ് എന്താണെന്ന് ക്ലിയർ ആയിട്ട് മനസ്സിലായല്ലോ? യെസ്. നമ്മുടെ നെക്സ്റ്റ് പൈപ്പ് ലൈൻ പ്രോസസ്സേഴ്സ് എന്ന് പറയുന്നത് ഇൻസ്ട്രക്ഷൻ പൈപ്പ് ലൈൻ ആണ്. നമ്മൾ 3 ടൈപ്പാണല്ലോ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഇൻസ്ട്രക്ഷൻ പൈപ്പ് ലൈൻ എന്ന് പറഞ്ഞാൽ, ഇൻ ഇൻസ്ട്രക്ഷൻ പൈപ്പ് ലൈനിങ് മൾട്ടിപ്പിൾ ഇൻസ്ട്രക്ഷൻസ് എക്സിക്യൂഷൻ ഫേസസ് ആർ ഓവർ ലാപ്ഡ് ടു ഇംപ്രൂവ് ദി CPU ത്രൂപുട്ട്. അപ്പോൾ നമ്മൾ നേരത്തെ അരിത്തമെറ്റിക് ഓപ്പറേഷൻസ് പറഞ്ഞു, ഇവിടെ മൾട്ടിപ്പിൾ ആയിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ് ആയിരിക്കും, ഇൻസ്ട്രക്ഷൻ എക്സിക്യൂഷൻസ് ആയിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്, പൈപ്പ് ലൈൻ ചെയ്യുന്നത്. ഓക്കെ, ഇറ്റ് അലോസ് CPU ടു ഫെച്ച്, ഡീകോഡ് ആൻഡ് എക്സിക്യൂട്ട് ഇൻസ്ട്രക്ഷൻ സൈമൾട്ടേനിയസ്ലി റാദർ ദാൻ waiting for one instruction to complete before starting another. This technique is also known as instruction look ahead. അപ്പോൾ നമ്മൾ നേരത്തെ ചെയ്തത് ഒരു ഇൻസ്ട്രക്ഷൻ്റെ പാരലായിട്ട് വേറൊരു ഇൻസ്ട്രക്ഷൻ ചെയ്യാം, അല്ലേ? അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ മാൻഡിസാസിനെ അലൈൻ ചെയ്യുന്ന സമയത്ത്
നമ്മുടെ എക്സ്പോണൻസിനെ അറേഞ്ച് ചെയ്യുക അല്ലേ. ഇത് രണ്ടും പാരലലി നടക്കുന്ന അരിത്തമെറ്റിക് ഓപ്പറേഷൻസ് ആയിരുന്നു. ഇത് അങ്ങനെയല്ല, ഒരു സമയത്ത് ഫെച്ച് ചെയ്യുമ്പോൾ അടുത്ത സമയത്ത് അതേ പാരലലി ഡീകോഡ് ചെയ്യും. ഫെച്ച് ഒരു ഇൻസ്ട്രക്ഷനെ ഡീകോഡ് ചെയ്യുമ്പോൾ അടുത്ത ഇൻസ്ട്രക്ഷനെ ഫെച്ച് ചെയ്യും. ഈ രീതിയിൽ മൾട്ടിപ്പിൾ ആയിട്ടുള്ള ഫെച്ച് ഡീകോഡ് എക്സിക്യൂട്ട് ഇൻസ്ട്രക്ഷൻസ് സൈമൾട്ടേനിയസ് ആയിട്ട് ചെയ്യുന്നതിന് നമുക്ക് ഇൻസ്ട്രക്ഷൻ പൈപ്പ് ലൈനിങ് എന്ന് പറയാം. അപ്പോൾ വളരെ സിമ്പിളായിട്ടുള്ള കോൺസെപ്റ്റാണ് ഇൻസ്ട്രക്ഷൻ പൈപ്പ് ലൈനിങ്. അപ്പോൾ ഞാനിതിൻ്റെ ബേസിക് ആയിട്ടുള്ള കേസസ് പറയാം. അപ്പോൾ ഒരു ഇൻസ്ട്രക്ഷൻ പൈപ്പ് ലൈനിങ്ങിൻ്റെ ഫിഗറാണ് ഇവിടെ ലെഫ്റ്റ് സൈഡിൽ കാണുന്നത്. സോ ദിസ് ഡയഗ്രം ഇല്ലുസ്ട്രേറ്റ് ഇൻസ്ട്രക്ഷൻ പൈപ്പ് ലൈനിങ് വെർ മൾട്ടിപ്പിൾ ഇൻസ്ട്രക്ഷൻസ് ആർ പ്രോസസ്ഡ് സൈമൾട്ടേനിയസ്ലി അറ്റ് ഡിഫറെൻറ്റ് സ്റ്റേജസ് ടു ഇംപ്രൂവ് CPU പെർഫോമൻസ്. അപ്പോൾ നിങ്ങൾ കണ്ടോ, ഈ 1, 2, 3, 4 ഞാനിവിടെ മാർക്ക് ചെയ്തിരിക്കുന്നതൊക്കെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ് ആണ്. ഇതുപോലത്തെ മൾട്ടിപ്പിൾ ഇൻസ്ട്രക്ഷൻസ് നമുക്ക് പാരലലി സൈമൾട്ടേനിയസ് ആയിട്ട് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റും. ഇതാണ് ഇൻസ്ട്രക്ഷൻ പൈപ്പ് ലൈനിങ്. അപ്പോൾ അതിൻ്റെ കീ കോമ്പണൻറ്റ്സ് നോക്കുകയാണെങ്കിൽ ആദ്യം നമുക്കൊരു പ്രോഗ്രാം മെമ്മറി പാർട്ട് കാണാം. നിങ്ങൾ കണ്ടോ, പ്രോഗ്രാം മെമ്മറി കാണാം. അതായത് സ്റ്റോർ ദി സീക്വൻസ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് ആർ ഫെച്ച്ഡ് ഫ്രം ദി പ്രോഗ്രാം മെമ്മറി. ഈ പ്രോഗ്രാം മെമ്മറിയിൽ നിന്നാണ് നമ്മൾ ഇൻസ്ട്രക്ഷൻസിനെ ഫെച്ച് ചെയ്യുന്നത്. പിന്നെ ഡിഫറെൻ്റ് ആയിട്ടുള്ള പൈപ്പ് ലൈൻ സ്റ്റേജസ് കാണാം. ഏതൊക്കെയാണ് പൈപ്പ് ലൈൻ സ്റ്റേജസ് നമുക്ക് കാണാം. ഫെച്ച്, ഡീകോഡ്, എക്സിക്യൂട്ട് പോലത്തെ ഡിഫറെൻ്റ് ആയിട്ടുള്ള പൈപ്പ് ലൈൻ സ്റ്റേജസ് ഇവിടെ യൂസ് ചെയ്യുന്നുണ്ട്. ഈച്ച് സ്റ്റേജ് പ്രോസസ്സസ് എ ഡിഫറെൻറ്റ് ഇൻസ്ട്രക്ഷൻ സൈമൾട്ടേനിയസ്ലി. പിന്നെ നമുക്ക് വരുന്ന സ്റ്റേജാണ് മെമ്മറി ആൻഡ് ഡാറ്റ ഫങ്ഷണൽ യൂണിറ്റ്. മെമ്മറി, ഡാറ്റ ആൻഡ് ഫങ്ഷണൽ യൂണിറ്റ്. മെമ്മറി ഡാറ്റ എന്ന് പറഞ്ഞത് ഇൻസ്ട്രക്ഷൻ ഇൻട്രാക്ട് വിത്ത് മെമ്മറി ആൻഡ് ഫങ്ഷണൽ യൂണിറ്റ്. ഫങ്ഷണൽ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ ALU, രജിസ്റ്റർ പോലത്തെയാണ് ഫങ്ഷണൽ യൂണിറ്റ് വരുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് നോർമലി ഇതിൻ്റെ കീ കോമ്പണൻറ്റ്സ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റുക. എങ്ങനെയാണ് ബേസിക്കലി ഇത് വർക്ക് ചെയ്യുന്നത്? ഫസ്റ്റ് ഇൻസ്ട്രക്ഷൻ 1 ഫെച്ച്ഡ് ഫ്രം മെമ്മറി. 3 ഇൻസ്ട്രക്ഷൻസ് ഉണ്ടെന്ന് വയ്ക്കുക. ഇൻസ്ട്രക്ഷൻ 1 എന്ത് ചെയ്യും? ഫെച്ച് ചെയ്യും. ഇൻസ്ട്രക്ഷൻ 2 ഈസ് ഡീകോഡഡ് വൈൽ ഫെച്ചിങ് ദി നെക്സ്റ്റ് ഇൻസ്ട്രക്ഷൻ. അപ്പോൾ അടുത്ത ഇൻസ്ട്രക്ഷൻ ഫെച്ച് ചെയ്യുമ്പോൾ അതിൻ്റെ പ്രീവിയസ് ഇൻസ്ട്രക്ഷൻ ഡീകോഡ് ചെയ്യും. അതുപോലെ തന്നെ ഇൻസ്ട്രക്ഷൻ 3 എക്സിക്യൂട്ടഡ് വൈൽ ദി പ്രീവിയസ് ഇൻസ്ട്രക്ഷൻസ് ആർ ബീയിങ് ഡീകോഡഡ്. അപ്പോൾ ഒന്നുമില്ല, ആദ്യത്തെ ഇൻസ്ട്രക്ഷൻ ഫെച്ച് ചെയ്യും. ഈ അതേ ഇൻസ്ട്രക്ഷൻ ഡീകോഡ് ചെയ്യുന്ന സമയത്ത് രണ്ടാമത്തെ ഇൻസ്ട്രക്ഷൻ ഫെച്ച് ചെയ്യും. ഒന്നാമത്തെ ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്ത് രണ്ടാമത്തെ ഇൻസ്ട്രക്ഷൻ ഡീകോഡ് ചെയ്യും, മൂന്നാമത്തെ ഇൻസ്ട്രക്ഷൻ ഫെച്ച് ചെയ്യും. അപ്പോൾ ഈ രീതിയിൽ പാരലലി നമ്മൾ ഇൻസ്ട്രക്ഷൻസിനെ പൈപ്പ് ലൈൻ ചെയ്യുന്നതിനെയാണ് നമുക്ക് ഇൻസ്ട്രക്ഷൻ പ്രോസസ്സേഴ്സ് എന്ന് പറയാൻ പറ്റുക. കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് നമുക്കത് പറയാം. അപ്പോൾ എങ്ങനെയാണ് ഒരു ഇൻസ്ട്രക്ഷൻ പൈപ്പ് ലൈൻ വർക്ക് ചെയ്യുന്നത്, അപ്പോൾ എന്തൊക്കെ സ്റ്റേജസ് ആണ് അതിലുണ്ടാവുക. ഈ സ്റ്റേജസ് ഓൾറെഡി നമ്മൾ ഫസ്റ്റ് മൊഡ്യൂളിലൂടെ പറഞ്ഞിട്ടുണ്ട്. അതിൽ ഫസ്റ്റ് സ്റ്റേജാണ് ഫെച്ചിങ് എന്ന് പറഞ്ഞാൽ ഇറ്റ് റിട്രീവ് ദി ഇൻസ്ട്രക്ഷൻ ഫ്രം മെമ്മറി. രണ്ടാമത്തെയാണ് ഡീകോഡിങ്. മൂന്നാമത്തെയാണ് എക്സിക്യൂട്ടിങ്. ഒരു സ്റ്റേജും കൂടി ശരിക്കും നമുക്ക് പറയാം, അതിന് നമുക്ക് റൈറ്റ് ബാക്ക് എന്ന് പറയാം. അപ്പോൾ 4 സ്റ്റേജസ് ആണ് ഒരു ഇൻസ്ട്രക്ഷൻ പൈപ്പ് ലൈനിങ് ഉണ്ടാവുക. ഒന്ന് ഫെച്ച്, ഒന്ന് ഡീകോഡ്, ഒന്ന് എക്സിക്യൂട്ട്, ഒന്ന് റൈറ്റ് ബാക്ക്. അപ്പോൾ ഇതെങ്ങനെ നമുക്ക് എക്സിക്യൂട്ട് ചെയ്യാം? ആദ്യം നമ്മൾ ഫെച്ച് ചെയ്യും, ഇൻസ്ട്രക്ഷനെ ഡീകോഡ് ചെയ്യും, അതിൻ്റെ എഫക്റ്റീവ് അഡ്രസ്സ് കാൽക്കുലേറ്റ് ചെയ്യും, ഫെച്ച് ഓപ്പറൻറ്റ് ഫ്രം മെമ്മറി, എക്സിക്യൂട്ട് ദി ഇൻസ്ട്രക്ഷൻ, സ്റ്റോർ ദി റിസൾട്ട് ഫ്രം ദി പ്രോപ്പർ പ്ലേസ്. അപ്പോൾ നമുക്ക് മൊത്തം ഈ ഒരു 6 പാർട്ടായിട്ട് ഇതിനെ ഡിവൈഡ് ചെയ്യുമെങ്കിലും 4 സെഗ്മെൻറ്റ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യാം. ഫെച്ച് ഇൻസ്ട്രക്ഷൻ, ഡീകോഡ്, ഫെച്ച് ഓപ്പ് കോഡ്, എക്സിക്യൂട്ട്. അപ്പോൾ ഇതാണ് നമുക്ക് നോർമലി പറയാനുള്ളത്. അപ്പോൾ എന്തൊക്കെയാണ് നമ്മുടെ ഇൻസ്ട്രക്ഷൻസ്? ആദ്യം നമ്മൾ ഫെച്ച് ചെയ്യും ഇൻസ്ട്രക്ഷൻസിനെ. ദിസ് ഇൻസ്ട്രക്ഷൻ ഈസ് റിട്രീവ്ഡ് ഫ്രം മെമ്മറി, അതിനെയാണ് ഫെച്ചിങ് എന്ന് പറയാം. അതിനുശേഷം ഡീകോഡ് ഇൻസ്ട്രക്ഷൻ ചെയ്യും. ദ ഇൻസ്ട്രക്ഷൻ ഈസ് ഇൻ്റർപ്രിറ്റഡ് ടു ഡിറ്റർമൈൻ ദി ഓപ്പറേഷൻ, അതാണ് ഡീകോഡിങ്. അതിനുശേഷം നമ്മൾ എഫക്റ്റീവ് അഡ്രസ്സിനെ കാൽക്കുലേറ്റ് ചെയ്യും, DA. ഇഫ് റിക്വയർഡ് അഡ്രസ് ഓഫ് ദി ഓപ്പറൻറ്റ് ഈസ് കാൽക്കുലേറ്റഡ്. നമ്മൾ ഓപ്പറൻറ്റിൻ്റെ അഡ്രസ്സ് കാൽക്കുലേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിനുശേഷം നമ്മൾ ഓപ്പറൻസിനെ ഫെച്ച് ചെയ്യും, അതിന് ഫെച്ച് ഓപ്പറൻസ് യൂസ് ചെയ്യും. അതിനുശേഷം നമ്മൾ എക്സിക്യൂട്ട് ചെയ്യും. അതിനുശേഷം ഫൈനലി നമ്മുടെ റിസൾട്ട് എന്ത് ചെയ്യും? സ്റ്റോർ ചെയ്യും. അപ്പോൾ ഇത്രയും സ്റ്റേജിലൂടെയാണ് ഒരു പൈപ്പ് ലൈനിങ് പ്രോസസ്സ് കടന്നു പോകുന്നത്. ഓക്കെ, അപ്പോൾ കറക്റ്റായിട്ട് നമുക്ക് പറയുകയാണെങ്കിൽ ആദ്യം നമ്മൾ ഇൻസ്ട്രക്ഷൻസിനെ ഫെച്ച് ചെയ്യും. കണ്ടോ, ഫെച്ച് ഇൻസ്ട്രക്ഷൻ ഫ്രം മെമ്മറി, ഇതാണ് സെഗ്മെൻറ്റ് 1 എന്ന് പറയുന്നത്. സെഗ്മെൻറ്റ് 2 കണ്ടോ, ഡീകോഡ് ദി ഇൻസ്ട്രക്ഷൻസ് ആൻഡ് കാൽക്കുലേറ്റ് ദി എഫക്റ്റീവ് അഡ്രസ്, ഇതാണ് സെഗ്മെൻറ്റ് 2. ഡീകോഡ് ദി ഇൻസ്ട്രക്ഷൻ ആൻഡ് calculate the effective address. So the instruction is decoded to determine the operation. The effective address is computed if required. നമ്മൾ ബ്രാഞ്ച് ഇൻസ്ട്രക്ഷൻസ് ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ഇഫ് ബ്രാഞ്ച് ഇൻസ്ട്രക്ഷൻ ഈസ് എൻകൗണ്ടർഡ് ദ പൈപ്പ് ലൈൻ അഡ്ജസ്റ്റ് അക്കോർഡിംഗ്ലി. ഇഫ് നോ ബ്രാഞ്ച് ദ പൈപ്പ് ലൈൻ ഓപ്പറൻസ് ടു നെക്സ്റ്റ് സ്റ്റെപ്പ്. അപ്പോൾ ഒന്നുമില്ല, നോർമലി നമ്മൾ ബ്രാഞ്ചിങ് ഓപ്പറേഷൻസ് ഒന്നും ഇല്ലെങ്കിൽ
നേരിട്ട് ഇത് എക്സിക്യൂട്ട് ചെയ്യും. ബ്രാഞ്ചിങ് ഉണ്ടെങ്കിൽ ഇത് കംപ്ലീറ്റ് ചേഞ്ച് വരും. കാരണം ബ്രാഞ്ചിങ് എന്ന് പറഞ്ഞാൽ 10ാമത്തെ സ്റ്റേജിൽ നിന്ന് ചിലപ്പോൾ 25ാമത്തെ സ്റ്റേജിലേക്ക് നമ്മൾ ഡയറക്റ്റ് ജമ്പ് ചെയ്യുക അല്ലെങ്കിൽ ബ്രാഞ്ച് ചെയ്യും. അപ്പോൾ അതിൻ്റെ കംപ്ലീറ്റ് ഓപ്പറേഷൻസിൽ വ്യത്യാസം വരും. അപ്പോൾ ബ്രാഞ്ചിങ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുന്ന കേസാണ് അടുത്ത് നമ്മൾ പറയുന്നത്. അതിനുശേഷം നമ്മൾ എക്സിക്യൂട്ട് ചെയ്യും, അല്ല ഫെച്ച് ചെയ്യും. ഫെച്ചിന് ശേഷം നമ്മൾ എന്ത് ചെയ്യും? എക്സിക്യൂട്ട് ചെയ്യും. ഇത്രയും പ്രോസസ്സുകളാണ് ഇവിടെ ചെയ്യുന്നത്. അപ്പോൾ നമുക്കിവിടെ 3ാമത്തെ സ്റ്റേജ് നോക്കാം. ദ റിക്വയർഡ് ഓപ്പറൻസ് ആർ ഫെച്ച്ഡ് ഫ്രം മെമ്മറി ഓർ രജിസ്റ്റേഴ്സ്. 4ാമത്തെ എന്താ? ദ ഓപ്പറേഷൻ ഈസ് പെർഫോംഡ് യൂസിങ് ALU ഓർ അതർ execution units. After the execution, an interrupt check occurs. If an interrupt is detected, handling is initiated. If no interrupt, execution continues. അപ്പോൾ നിങ്ങൾ നോക്കൂ, നമ്മളിപ്പോൾ പറഞ്ഞത് ജസ്റ്റ് ഒരു ഫ്ലോ ചാർട്ടായിട്ട് വരച്ചു എന്നേ ഉള്ളൂ. ആദ്യം ഫസ്റ്റ് സെഗ്മെൻറ്റിൽ നമ്മൾ എന്ത് ചെയ്തു? മെമ്മറിയെ ഫെച്ച് ചെയ്തു. അതിനുശേഷം നമ്മൾ അതിനെ ഡീകോഡ് ചെയ്തു. ഡീകോഡ് ചെയ്തിട്ട് ബ്രാഞ്ചസ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്തു. ബ്രാഞ്ചസ് ഉണ്ടെങ്കിൽ നമുക്ക് ഈ പ്രോഗ്രാം കൗണ്ടറിനെ വീണ്ടും അപ്ഡേറ്റ് ചെയ്യണം. പൈപ്പിനെ എംപ്റ്റി ചെയ്തിട്ട് ഇതേ സ്റ്റേജിലേക്ക് ഇത് തിരിച്ചു പോകണം. ബ്രാഞ്ചിങ് ഒന്നും ഇല്ല എങ്കിൽ നമുക്ക് ഡയറക്റ്റായിട്ട് എന്ത് ചെയ്യാം? ഈ ഓപ്പറൻസിനെ ഡയറക്റ്റ്ലി മെമ്മറിയിൽ നിന്ന് ഫെച്ച് ചെയ്യാം, എക്സിക്യൂട്ട് ചെയ്യാം. പിന്നെ നമുക്ക് ഈ എക്സിക്യൂഷന് ശേഷം ഇൻട്രപ്റ്റ് ഉണ്ടോ ഇല്ലയെന്ന് ചെക്ക് ചെയ്യണം. ഇൻട്രപ്റ്റ് ഉണ്ടെങ്കിൽ നമ്മളിതിനെ ഇൻട്രപ്റ്റ് ഹാൻഡ്ലിംഗ് മെക്കാനിസത്തിലേക്ക് കൺവേർട്ട് ചെയ്യണം. ഇൻട്രപ്റ്റ് ഇല്ലെങ്കിൽ വീണ്ടും ഫസ്റ്റ് സ്റ്റേജിലേക്ക് വരണം. അപ്പോൾ ഇങ്ങനെയാണ് ശരിക്കും ഈ ഒരു പൈപ്പ് ലൈൻ സെഗ്മെൻറ്റ്സ് വർക്ക് ചെയ്യുന്നത്. നിങ്ങൾ ഓർത്തിരിക്കുക കേട്ടോ. അപ്പോൾ ഈ ഫ്ലോ ചാർട്ട് ചെയ്യാൻ വരയ്ക്കാൻ കാരണം നിങ്ങളെ ടെക്സ്റ്റ് ബുക്കിൽ കറക്റ്റായിട്ട് ഇത് കൊടുത്തിട്ടുണ്ട്. ഇതേ ഫിഗറാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇൻസ്ട്രക്ഷൻ പൈപ്പ് ലൈനിങ് ഒക്കെ നിങ്ങൾക്ക് ഒരു 10 മാർക്കിനൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യണമെങ്കിൽ ഈ ബ്രീഫായിട്ടുള്ള ഈ ഒരു ഓപ്പറേഷൻ സെഗ്മെൻറ്റ് വരച്ചിട്ട് വേണം നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ. ഓക്കെ, യെസ്. അപ്പോൾ ഈ എക്സിക്യൂഷന് ശേഷം നടക്കുന്ന 2 പ്രോസസ്സുകൾ ഏതൊക്കെയാണെന്ന് വെച്ചാൽ, ഒന്ന് നമ്മുടെ പ്രോഗ്രാം കൗണ്ടറിനെ അപ്ഡേറ്റ് ചെയ്യുന്നൊരു പ്രോസസ്സാണ് അപ്ഡേറ്റ് PC. അതെന്താണെന്ന് ഞാൻ പറഞ്ഞല്ലോ. അതിനുശേഷം പ്രോഗ്രാം കൗണ്ടർ അപ്ഡേറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ പൈപ്പിനെ എംപ്റ്റി ചെയ്യണം. അതാണ് നമ്മുടെ ഫൈനൽ സ്റ്റേറ്റ്. ഇത് പോസ്റ്റ് എക്സിക്യൂഷൻ സ്റ്റേജസ് ആയിട്ടാണ് നടക്കുന്നത്. അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്കിത് മനസ്സിലാവണമെങ്കിൽ, ഈ ഒരു ഇൻസ്ട്രക്ഷൻ പൈപ്പ് ലൈനിങ് മനസ്സിലാവണമെങ്കിൽ ഈ ഇൻസ്ട്രക്ഷൻ പൈപ്പ് ലൈനിങ്ങിൻ്റെ എക്സിക്യൂഷൻ ടേബിൾ പഠിക്കേണ്ടതായിട്ടുണ്ട്. ഇതിൻ്റെ ടേബിൾ പഠിക്കുകയാണെങ്കിൽ നമുക്ക് വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലാവുന്ന കാര്യം, നമ്മൾ ആദ്യം ഡിഫറെൻ്റ് ആയിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ് കൊടുത്തിട്ടുണ്ട്. 1 2 3 4 5 6 7 എന്നുള്ള ഇൻസ്ട്രക്ഷൻസ് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഡിഫറെൻറ്റ് സ്റ്റെപ്സ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ നോക്കിക്കോ, ഫസ്റ്റ് സ്റ്റെപ്പിൽ അപ്പം ആദ്യത്തെ ഇൻസ്ട്രക്ഷൻസ്, ഫസ്റ്റ് ഇൻസ്ട്രക്ഷൻ ഫെച്ച് ചെയ്യും ഫസ്റ്റ് സ്റ്റെപ്പിൽ, അല്ലേ? സെക്കൻഡ് സ്റ്റെപ്പിൽ ഇതേ ഇൻസ്ട്രക്ഷൻസ് ഡീകോഡ് ചെയ്യും, അല്ലേ? പിന്നെ ഓപ്പറൻസിനെ ഫെച്ച് ചെയ്യും, എക്സിക്യൂട്ട് ചെയ്യും. ഇതാണ് ആദ്യം നടക്കുന്നത്. അപ്പോൾ 4 സ്റ്റേജസ് ഉള്ള പൈപ്പ് ലൈനിങ് സ്കീമാണെങ്കിൽ 4 സ്റ്റെപ്പ് കൊണ്ട് ഇത് കംപ്ലീറ്റ് ആവും. അപ്പോൾ രണ്ടാമത്തെ ഇൻസ്ട്രക്ഷൻ എപ്പോഴാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് നോക്കിയാൽ, 2ാമത്തെ സ്റ്റെപ്പിലാണ് സെക്കൻഡ് ഇൻസ്ട്രക്ഷൻ ഫെച്ച് ചെയ്യാൻ തുടങ്ങുന്നത്, അല്ലേ? 3ാമത്തെ സ്റ്റെപ്പ് ആവുമ്പോൾ ഫസ്റ്റ് ഇൻസ്ട്രക്ഷൻ ഫെച്ച് ഓപ്പറൻഡ് ചെയ്യും, സെക്കൻഡ് ഇൻസ്ട്രക്ഷൻ ഡീകോഡ് ചെയ്യും. അപ്പോൾ നിങ്ങൾ കണ്ടോ ഇതിൻ്റെ പ്രോസസ്സ്. പിന്നെ 3ാമത്തെ ഇൻസ്ട്രക്ഷൻ എന്ന് പറഞ്ഞാൽ സ്റ്റാർട്ട് ചെയ്യുന്നത് 3ാമത്തെ സ്റ്റെപ്പിൽ 3ാമത്തെ ഇൻസ്ട്രക്ഷൻ ഫെച്ച് ചെയ്യും. 3ാമത്തെ ഇൻസ്ട്രക്ഷൻ ഫെച്ച് ചെയ്യുന്ന സമയത്ത് ഫസ്റ്റ് ഇൻസ്ട്രക്ഷൻസ് ഓപ്പറൻസിനെ ഫെച്ച് ചെയ്യും, സെക്കൻഡ് ഇൻസ്ട്രക്ഷൻ ഡീകോഡ് ചെയ്യും. അപ്പോൾ നിങ്ങൾ കണ്ടോ, ഇതാണ് യൂണിഫോമായിട്ട് നടക്കുക. അപ്പോൾ പാരലലി ശരിക്കും പറഞ്ഞാൽ ഈ 3ാമത്തെ സ്റ്റെപ്പ് നിങ്ങൾ കമ്പയർ ചെയ്താൽ 3 ഇൻസ്ട്രക്ഷൻസിൻ്റെ വ്യത്യസ്ത സ്റ്റേജസ് നമ്മൾ അറ്റ് എ ടൈം പെർഫോം ചെയ്യുന്നുണ്ട്. ശരിയല്ലേ ഞാൻ പറഞ്ഞത്? പിന്നെ എപ്പോഴെങ്കിലും ബ്രാഞ്ചസ് ഒക്കർ ചെയ്ത് കഴിഞ്ഞാൽ ഈ എക്സിക്യൂഷനിൽ ചെറിയൊരു ഡിലേ സംഭവിക്കാൻ സാധ്യതയുണ്ട്. ബ്രാഞ്ച് ആണെങ്കിൽ ഒരു ഡിലേക്ക് ശേഷം വീണ്ടും ഇത് എക്സിക്യൂട്ട് ചെയ്യും. അപ്പോൾ ബ്രാഞ്ചിങ് ആണ് ഇവിടെ ഡോട്ടഡ് ആയിട്ട് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും എന്താണ് ഇൻസ്ട്രക്ഷൻ പൈപ്പ് ലൈൻ. ഇൻസ്ട്രക്ഷൻ പൈപ്പ് ലൈൻ നോക്കിക്കഴിഞ്ഞാൽ ഒരേ ടൈമിൽ തന്നെ വ്യത്യസ്ത ഇൻസ്ട്രക്ഷൻസിൻ്റെ വ്യത്യസ്ത സ്റ്റേജസ് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇതിനെയാണ് നമുക്ക് എന്ത് പറയാൻ പറ്റുക? ഇൻസ്ട്രക്ഷൻ പൈപ്പ് ലൈനിങ് എന്ന് പറയാൻ പറ്റുക. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഡീപ്പായ എക്സ്പ്ലനേഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇൻസ്ട്രക്ഷൻ 1 സ്റ്റാർട്ട് അറ്റ് സ്റ്റെപ്പ് 1 ആൻഡ് കംപ്ലീറ്റ് എക്സിക്യൂഷൻ അറ്റ് സ്റ്റെപ്പ് 4. ശരിയാണ്, നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും. ഇൻസ്ട്രക്ഷൻ 2 സ്റ്റാർട്ട്സ് ഇറ്റ്സ് ഫെച്ച് സൈക്കിൾ ഇൻ സ്റ്റെപ്പ് 2 വൈൽ ഇൻസ്ട്രക്ഷൻ 1 ഈസ് ഇൻ ദി ഡീകോഡിംഗ് ഫേസ്. ഇൻസ്ട്രക്ഷൻസ് ആർ overlapping execution, meaning multiple instructions are processed in different stages at same time. ഓക്കെ, അപ്പോൾ 5ാമത്തെ സ്റ്റെപ്പിൽ എന്താ സംഭവിക്കുക? അറ്റ് സ്റ്റെപ്പ് 5 എ ബ്രാഞ്ച് ഇൻസ്ട്രക്ഷൻ കോസിങ് എ പൈപ്പ് ലൈൻ സ്റ്റോൾ
ഒരു ബ്രാഞ്ച് ഉണ്ടായപ്പോൾ ഒരു ഡിലേ വന്നു. ദ പൈപ്പ് ലൈൻ വെയിറ്റ് ബിഫോർ ദി ഫെച്ചിങ് ദി നെക്സ്റ്റ് ഇൻസ്ട്രക്ഷൻ ഡ്യൂ ടു ബ്രാഞ്ച് ഇൻസ്ട്രക്ഷൻ. അപ്പോൾ ബ്രാഞ്ച് കാരണം അത് സ്പെസിഫിക് ടൈമിന് വെയിറ്റ് ചെയ്തു. അതാണ് ഈ ഡോട്ടഡ് ആരോസ് ആയിട്ട് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ ഇൻസ്ട്രക്ഷൻ പൈപ്പ് ലൈനിങ്ങിൽ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടത്. അപ്പോൾ ഇൻസ്ട്രക്ഷൻ പൈപ്പ് ലൈനിങ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ രീതിയിൽ നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യുക. നിങ്ങൾക്ക് ക്ലിയർ ആയില്ലേ? ഇനി നമുക്ക് ഒരു ടൈപ്പ് പൈപ്പ് ലൈനിങ് കൂടി ഡിസ്കസ് ചെയ്യാനുള്ളൂ. അതിനുശേഷം നമുക്ക് ഈ പൈപ്പ് ലൈനിങ് പ്രോസസ്സേഴ്സിൻ്റെ കമ്പാരിസൺസ് പഠിക്കാം. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് തേർഡ് ടൈപ്പ് പ്രോസസ്സർ ഡിസ്കസ് ചെയ്യാനുള്ളത് അല്ലേ. പൈപ്പ് ലൈൻ പ്രോസസ്സർ തേർഡ് ടൈപ്പ് പ്രോസസ്സർ പൈപ്പ് ലൈൻ, അതാണ് ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പോൾ പ്രോസസ്സർ പൈപ്പ് ലൈൻ എന്ന് പറഞ്ഞാൽ ആക്ച്വലി നമ്മുടെ സിലബസിൽ കൊടുത്തിട്ടില്ല, എങ്കിലും നമ്മളിത് എന്താണെന്ന് അറിഞ്ഞിരിക്കണം. കാരണം മൊത്തം 3 പ്രോസസ്സേഴ്സ് ആണല്ലോ പറയുന്നത്. അപ്പോൾ പ്രോസസ്സർ പൈപ്പ് ലൈനിങ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ ടെക്നിക് വേർ മൾട്ടിപ്പിൾ പ്രോസസ്സേഴ്സ് വർക്ക് ഇൻ എ കാസ്കേഡ് അറേഞ്ച്മെൻറ്റ് processing different stages of the same data stream. So each processor perform a specific task and the intermediate result stored in memory accessible to the next processor in the pipe. അപ്പോൾ ഒന്നുമില്ല, നമ്മൾ മൾട്ടിപ്പിൾ പ്രോസസ്സേഴ്സാണ് ഇവിടെ പ്രിഫർ ചെയ്യുക സാധാരണ. നേരത്തെ മൾട്ടിപ്പിൾ ഇൻസ്ട്രക്ഷൻ ആയിരുന്നു, നേരത്തെ കേസിൽ മൾട്ടിപ്പിൾ ആയിട്ടുള്ള അരിത്തമെറ്റിക് ഓപ്പറേഷൻസ് ആയിരുന്നു. ഇവിടെ മൾട്ടിപ്പിൾ പ്രോസസ്സേഴ്സാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. So this diagram illustrates that processor pipelining where multiple processors and work in a sequence, each handling different stages of task execution. അപ്പോൾ നിങ്ങൾ നോക്ക്, ഞാനിവിടെ കൊടുത്തിരിക്കുന്നത് ഡിഫറെൻ്റ് ആയിട്ടുള്ള പ്രോസസ്സേഴ്സ് കൊടുത്തിട്ടുണ്ട്. പ്രോസസ്സർ 1, പ്രോസസ്സർ 2, പ്രോസസ്സർ 3. പ്രോസസ്സർ 1 ടാസ്ക് 1 പെർഫോം ചെയ്യും, പ്രോസസ്സർ 2 ടാസ്ക് 2 പെർഫോം ചെയ്യും, പ്രോസസ്സർ 3 ടാസ്ക് 3 പെർഫോം ചെയ്യും അല്ലേ. യെസ്, അപ്പോൾ ഇതാണ് നോർമലി ഇവിടെ നടക്കുന്നത് അല്ലേ. ഇതിൽ ഈ ഇൻ്റർമീഡിയറ്റ് ഉള്ള റിസൾട്ടുകൾ നമ്മൾ പാസ് ചെയ്യുന്നത് ഡിഫറെൻ്റ് ആയിട്ടുള്ള മെമ്മറി മൊഡ്യൂൾസിലേക്കാണ്. ഈ മെമ്മറി മൊഡ്യൂൾസിനെയാണ് നമ്മൾ M1, M2, M3 എന്ന് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ 3 പ്രോസസ്സേഴ്സിനെ പ്രോസസ്സർ 1, പ്രോസസ്സർ 2, പ്രോസസ്സർ 3 റെപ്രസെൻറ്റ് ചെയ്തു. ഇത് ചെയ്യുന്ന ടാസ്കിനെ ടാസ്ക് 1, ടാസ്ക് 2, ടാസ്ക് 3 റെപ്രസെൻറ്റ് ചെയ്തു. ഇതിൻ്റെ ഇൻ്റർമീഡിയറ്റ് റിസൾട്ട് സ്റ്റോർ ചെയ്യുന്ന മെമ്മറി യൂണിറ്റിനെ M1, M2, M3 എന്ന് റെപ്രസെൻറ്റ് ചെയ്തു അല്ലേ. This arrangement enhances throughput by allowing continuous execution of task without waiting for one task to fully complete before starting another. അപ്പോൾ ഒരു ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാൻ നമുക്ക് വെയിറ്റ് ചെയ്യേണ്ട, ഓരോന്നും ഓരോ പ്രോസസ്സേഴ്സിലൂടെ ചെയ്യുന്നത് കൊണ്ട് വളരെ ക്വിക്കറായിട്ട് നമുക്കിവിടെ പൈപ്പ് ലൈനിങ് പ്രോസസ്സ് എഫക്റ്റീവായിട്ട് ചെയ്യാൻ പറ്റും. ഇതാണ് പ്രോസസ്സർ പൈപ്പ് ലൈനിങ്. ഇത് ആക്ച്വലി സിലബസിലില്ല. ഓക്കെ, അപ്പോൾ എങ്കിലും നിങ്ങളിത് ഓർത്തിരിക്കുക കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രോസസ്സർ പൈപ്പ് ലൈനിങ്ങിൻ്റെ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, in a multi-core processing system, different processors handle different tasks sequentially. ഫസ്റ്റ് പ്രോസസ്സർ 1 എന്ന് പറഞ്ഞാൽ പ്രീ പ്രോസസ്സസ് ദി റോ ഡാറ്റ ആണ് ചെയ്യുന്നതെങ്കിൽ, പ്രോസസ്സർ 2 ചെയ്യുന്നത് പെർഫോം ഡീറ്റെയിൽഡ് കമ്പ്യൂട്ടേഷൻ, പ്രോസസ്സർ 3 ചെയ്യുന്നത് ഫൈനലൈസിങ് ആൻഡ് സ്റ്റോർ റിസൾട്ട്. അപ്പോൾ ഫസ്റ്റ് പ്രോസസ്സർ മേ ബി പ്രീ പ്രോസസ്സിങ് ചെയ്യും, അതേ ടൈമിൽ സെക്കൻഡ് പ്രോസസ്സർ ഇതിനെ ഡീറ്റെയിൽഡ് കമ്പ്യൂട്ടേഷൻ ചെയ്യും, അതേ സമയത്ത് തേർഡ് പ്രോസസ്സർ ഇതിനെ ഫൈനലൈസ് ചെയ്തിട്ട് റിസൾട്ട് സ്റ്റോർ ചെയ്യും. ഇതൊക്കെ ഒരേ ടൈമിൽ എക്സിക്യൂട്ട് ചെയ്യുന്നതാണ്. ദിസ് അപ്രോച്ച് ഈസ് യൂസ്ഡ് ഇൻ ഇമേജ് പ്രോസസ്സിംഗ്, ഡീപ്പ് ലേണിംഗ് ആൻഡ് ഡിജിറ്റൽ സിഗ്നൽ പ്രോസസ്സിംഗ്. ഈ ആപ്ലിക്കേഷൻസിലൊക്കെ നമുക്ക് പ്രോസസ്സർ പൈപ്പ് ലൈനിങ് യൂസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും പ്രോസസ്സർ പൈപ്പ് ലൈനിങ് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി നമുക്കതിൻ്റെ ഒരു കമ്പാരിസൺ നോക്കാനുണ്ട്. 3 പൈപ്പ് ലൈൻ പ്രോസസ്സേഴ്സിൻ്റെയും കമ്പാരിസൺസ് നോക്കാനുണ്ട്. അപ്പോൾ ഫസ്റ്റാണ് നമ്മൾ ഡെഫിനീഷൻ പോയിൻ്റ് ഓഫ് വ്യൂലാണ് പറയുന്നത്. എന്താണ് അരിത്തമെറ്റിക് പൈപ്പ് ലൈൻ, എന്താണ് ഇൻസ്ട്രക്ഷൻ പൈപ്പ് ലൈൻ, എന്താണ് പ്രോസസ്സർ പൈപ്പ് ലൈൻ. അപ്പോൾ നമ്മൾ ഡെഫിനേഷൻ പറയുകയാണെങ്കിൽ, ബ്രേക്ക് ഡൗൺ കോംപ്ലക്സ് അരിത്തമെറ്റിക് ഓപ്പറേഷൻസ് ഇൻ ടു മൾട്ടിപ്പിൾ പൈപ്പ് ലൈൻ സ്റ്റേജസ്. ഇതാണ് അരിത്തമെറ്റിക് പൈപ്പ് ലൈൻ. ഡിവൈഡ് ദി ഇൻസ്ട്രക്ഷൻ എക്സിക്യൂഷൻ ഇൻ ടു മൾട്ടിപ്പിൾ സ്റ്റേജസ് ടു ഇംപ്രൂവ് ദി ത്രൂപുട്ട്. ഇതാണ് ഇൻസ്ട്രക്ഷൻ പൈപ്പ് ലൈനിങ് അല്ലേ. അപ്പോൾ ഇൻസ്ട്രക്ഷൻസിനെയാണ് നമ്മൾ ഡിവൈഡ് ചെയ്യുന്നത്. യൂസസ് മൾട്ടിപ്പിൾ പ്രോസസ്സർ സീക്വൻസസ് ടു പ്രോസസ് ഡിഫറെൻറ്റ് സ്റ്റേജസ് ഓഫ് എ ടാസ്ക്. ഇതാണ് പ്രോസസ്സർ പൈപ്പ് ലൈനിങ്. 3 എല്ലാവർക്കും മനസ്സിലായല്ലോ. യെസ്, അടുത്തതിൻ്റെ പർപ്പസാണ് സ്പീഡ് അപ്പ് ദി മാത്തമാറ്റിക്കൽ കമ്പ്യൂട്ടേഷൻ. അതായത് ഫ്ലോട്ടിംഗ് പോയിൻ്റ് ഓപ്പറേഷൻ പോലത്തെ മാത്തമാറ്റിക്കൽ കമ്പ്യൂട്ടേഷനെ സ്പീഡപ്പ് ചെയ്യാനാണ് നമ്മൾ അരിത്തമെറ്റിക് പൈപ്പ് ലൈനിങ് യൂസ് ചെയ്യുന്നത്. ഇൻസ്ട്രക്ഷൻ പൈപ്പ് ലൈനിങ് എന്ന് പറഞ്ഞാൽ ഇൻക്രീസസ് ദി ഇൻസ്ട്രക്ഷൻ എക്സിക്യൂഷൻ സ്പീഡ് ബൈ ഓവർലാപ്പിംഗ് ഫെച്ചിങ് ഡീകോഡ് ആൻഡ് എക്സിക്യൂട്ട് ഫേസസ്. ഇതിനാണ് നമ്മൾ ഇൻസ്ട്രക്ഷൻ പൈപ്പ് ലൈൻ യൂസ് ചെയ്യുന്നത്. എൻഹാൻസസ് ദി ഓവറാൾ സിസ്റ്റം പെർഫോമൻസ് ബൈ ഡിവൈഡിങ് ടാസ്ക് അക്രോസ് മൾട്ടിപ്പിൾ പ്രോസസ്സേഴ്സ് അല്ലേ. മൾട്ടിപ്പിൾ പ്രോസസ്സേഴ്സിൻ്റെ ടാസ്കിനെ ഡിവൈഡ് ചെയ്യാൻ നമ്മൾ
പ്രോസസ്സർ പൈപ്പ് ലൈനിങ് യൂസ് ചെയ്യുന്നു. പിന്നെ വർക്കിംഗ് പ്രിൻസിപ്പിൾ പറയുകയാണെങ്കിൽ വർക്ക് ഓൺ ദി ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് ദി അരിതമെറ്റിക് ഓപ്പറേഷൻ ഇൻ പാരലൽ. ഒരു അരിതമെറ്റിക് ഓപ്പറേഷൻസിനെ ഡിഫറെൻറ്റ് പാർട്ടായിട്ട് നമ്മൾ പാരലലി എക്സിക്യൂട്ട് ചെയ്യും. ഇൻസ്ട്രക്ഷൻ പൈപ്പ് ലൈനിങ് ആണെങ്കിൽ വർക്ക് ഓൺ മൾട്ടിപ്പിൾ ഇൻസ്ട്രക്ഷൻസ് ഇൻ പാരലൽ ഇൻ ഡിഫറെൻറ്റ് സ്റ്റേജസ്. മറ്റത് ഈച്ച് പ്രോസസ്സർ ഹാൻഡിൽ ഡിഫറെൻറ്റ് ടാസ്ക് ആൻഡ് പാസസ് ഇൻ്റർമീഡിയറ്റ് റിസൾട്ട് ഇൻ ടു ദി നെക്സ്റ്റ്. ഇതാണ് മെയിനായിട്ടുള്ള ഡിഫറൻസ്. അടുത്ത് നമുക്ക് അതിൻ്റെ അപ്ലിക്കേഷൻ പോയിൻ്റ് ഓഫ് വ്യൂവിലാണ് ഡിഫറൻസ് പറയാനുള്ളത്. ശരിക്കും അരിത്തമെറ്റിക് പൈപ്പ് ലൈനിങ് യൂസ് ചെയ്യുന്നത് ഫ്ലോട്ടിംഗ് പോയിൻറ്റ് യൂണിറ്റിൽ യൂസ് ചെയ്യും, അതുപോലെ ഡിജിറ്റൽ സിഗ്നൽ പ്രോസസ്സിങ്ങിൽ യൂസ് ചെയ്യും, GPUസിലൊക്കെ യൂസ് ചെയ്യും. ഇതിലൊക്കെയാണ് നമ്മൾ സാധാരണ എന്ത് യൂസ് ചെയ്യുന്നത്, അരിത്തമെറ്റിക് പൈപ്പ് ലൈനിങ് യൂസ് ചെയ്യുന്നത്. ഗ്രാഫിക് പ്രോസസ്സിംഗ് യൂണിറ്റാണ് GPU കേട്ടോ. ഇൻസ്ട്രക്ഷൻ പൈപ്പ് ലൈനിങ് യൂസ് ചെയ്യുന്നത് യൂസ്ഡ് ഇൻ CPU ഫോർ ഫാസ്റ്റർ ഇൻസ്ട്രക്ഷൻ എക്സിക്യൂഷൻ. ഒരു ഫാസ്റ്റർ ഇൻസ്ട്രക്ഷൻ എക്സിക്യൂഷൻ ചെയ്യാനാണ് നമ്മൾ ഇൻസ്ട്രക്ഷൻ പൈപ്പ് ലൈനിങ് യൂസ് ചെയ്യുന്നത്. പ്രൊസസ്സർ പൈപ്പ് ലൈനിങ് എന്ന് പറഞ്ഞാൽ യൂസ്ഡ് ഇൻ മൾട്ടി കോർ ആൻഡ് പാരലൽ കമ്പ്യൂട്ടിംഗ് ആർക്കിടെക്ചേഴ്സിലാണ് നമ്മൾ പ്രൊസസ്സർ പൈപ്പ് ലൈനിങ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അഡ്വാൻറ്റേജസ് നോക്കുകയാണെങ്കിൽ അരിത്തമെറ്റിക് പൈപ്പ് ലൈൻ എന്ന് പറഞ്ഞാൽ ഇംപ്രൂവ് ദി എഫിഷ്യൻസി ഇൻ കോംപ്ലക്സ് മാത്തമാറ്റിക്കൽ കാൽക്കുലേഷൻ. കോംപ്ലക്സ് ആയിട്ടുള്ള മാത്തമാറ്റിക്കൽ കാൽക്കുലേഷൻസിൻ്റെ എഫിഷ്യൻസി കൂട്ടാൻ നമുക്ക് പറ്റും അരിത്തമെറ്റിക് പൈപ്പ് ലൈനിങ് വെച്ചിട്ട്. ഇൻക്രീസസ് ദി ഇൻസ്ട്രക്ഷൻ ത്രൂപുട്ട്, റെഡ്യൂസസ് ദി എക്സിക്യൂഷൻ ടൈം. ഇതാണ് ഇൻസ്ട്രക്ഷൻ പൈപ്പ് ലൈനിങ്. പ്രൊസസ്സർ പൈപ്പ് ലൈനിങ് എന്ന് പറഞ്ഞാൽ എൻഹാൻസസ് ദി ഓവറാൾ കമ്പ്യൂട്ടേഷൻ പവർ ബൈ ഡിസ്ട്രിബ്യൂട്ടിംഗ് ദി വർക്ക് ലോഡ്. ഇതാണ് ഇതിൻ്റെ അഡ്വാൻറ്റേജ്. ഇനി നമുക്ക് പറയാനുള്ളത് ഇതിൻ്റെ ലിമിറ്റേഷനാണ്. നമ്മൾ അരിത്തമെറ്റിക് പൈപ്പ് ലൈനിങ് ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ കോംപ്ലക്സിറ്റി ഇൻ ഡിസൈൻ ആൻഡ് റിക്വയർ സ്പെഷ്യലൈസ്ഡ് ഹാർഡ്വെയർ. ഡിസൈൻ വളരെ കോംപ്ലക്സ് ആണ് അല്ലേ, അതുപോലെ തന്നെ ഹാർഡ്വെയർ ഡിസൈൻ എന്നുള്ളത് കുറച്ച് ബുദ്ധിമുട്ടാണ്. ഇതാണ് അരിത്തമെറ്റിക് പൈപ്പ് ലൈൻ. ഓക്കെ, ഇൻസ്ട്രക്ഷൻ പൈപ്പ് ലൈൻ എന്ന് പറഞ്ഞാൽ സ്റ്റാൾ ആൻഡ് ഹസാർഡ്സ്. നമ്മൾ ഓൾറെഡി ഇനി അടുത്ത് പഠിക്കുന്ന ടോപ്പിക്കാണ് സ്റ്റാൾസും ഹസാർഡ്സും ഒക്കെ. ഇതിൻ്റെ ഒരു എററാണ് ഹസാർഡ്സ് എന്ന് പറയുന്നത് കേട്ടോ. അതൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. ഓക്കെ, പ്രൊസസ്സർ പൈപ്പ് ലൈൻ എന്ന് പറഞ്ഞാൽ കമ്മ്യൂണിക്കേഷൻ ഓവർഹെഡ് ഉണ്ടാവാം ബിറ്റ്വീൻ പ്രൊസസ്സർ മേ റെഡ്യൂസ് എഫിഷ്യൻസി. അപ്പോൾ ഇതാണ് ശരിക്ക് നമുക്കിതിൻ്റെ കമ്പാരിസനായിട്ട്. കമ്പാരിസൺ ഒന്നും സിലബസിൽ എടുത്ത് പറയുന്നില്ല, എങ്കിലും നമ്മൾ ഡീപ്പായിട്ടുള്ള കമ്പാരിസൺസ് പറഞ്ഞു. അപ്പോൾ 3 ടൈപ്പ് പൈപ്പ് ലൈൻ പ്രോസസ്സേഴ്സ് നമ്മൾ ഡിസ്കസ് ചെയ്തു, അതിൻ്റെ കമ്പാരിസൺസ് ഡിസ്കസ് ചെയ്തു, അതിൻ്റെ എക്സാമ്പിൾസ് ഡിസ്കസ് ചെയ്തു. എല്ലാവർക്കും ഇത് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് ഈ ഒരു മൊഡ്യൂളിൽ നമുക്കൊരു ഹസാർഡ്സ് എന്നുള്ളൊരു പാർട്ടാണ് ഫൈനലി ഡിസ്കസ് ചെയ്യാനുള്ളത്. അത് നമുക്ക് അടുത്ത വീഡിയോയിൽ നോക്കാം. അപ്പോൾ എല്ലാവർക്കും ക്ലാസ് ഹെൽപ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. താങ്ക് യു.